Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. Let us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുവർണലത, GHSS കണ്ണാടിപ്പറമ്പിലെ മലയാളം അധ്യാപികയാണ്. നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ: മുഹമ്മദ് ഫജറുൽ ഇസ്ലാം, സജ ഫാത്തിമ. ഞങ്ങൾ KKB മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാനൂരിൽ നിന്ന് വരുന്നു. ടീം ബി: ഞാൻ അഭിജ്ഞ അമരൻ. ഞാൻ ശ്രേയ വികാസ്. ഞങ്ങൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂത്തുപറമ്പിൽ നിന്ന് വരുന്നു. ടീം സി: ഞാൻ മർവ ഫാത്തിമ. ഞാൻ ഫാത്തിമത്ത് സഹറ. ഞങ്ങൾ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി: കാവ്യാഞ്ജന സെലസ്റ്റിൻ. അഭിനവ് ബാലചന്ദ്രൻ. ഞങ്ങൾ മൂത്തടുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പിൽ നിന്ന് വരുന്നു. ടീം ഇ: ഞാൻ ദേവിക വിജേഷ്. ഞാൻ അർച്ചന. ഞങ്ങൾ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം അംഗങ്ങൾക്ക് റേഡിയോ ടീച്ചർ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 1ാം ഭാഷ 2ാം പേപ്പർ അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ഏതാനും ചില പുനരവലോകന ചോദ്യങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യ റൗണ്ടിലെ 10 ചോദ്യങ്ങൾ 2 മാർക്ക് വീതമാണ്. ആദ്യ റൗണ്ടിൽ ടീം അംഗങ്ങളോട് നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ മുഴുവൻ മാർക്കും ലഭിക്കും. അതേ ചോദ്യം ആ അംഗങ്ങൾ പറഞ്ഞില്ല എങ്കിൽ അടുത്ത ടീമിലേക്ക് പോകുമ്പോൾ മാർക്ക് നേരെ പകുതിയായി ലഭിക്കും. രണ്ടാമത്തെ ടീം ഉത്തരം പറഞ്ഞില്ല എങ്കിൽ മൂന്നാമത്തെ ടീമിലേക്ക് ചോദ്യങ്ങൾ പാസ് ചെയ്യുന്നതല്ല. ആദ്യ റൗണ്ടിലെ ചോദ്യങ്ങൾ 2 മാർക്കിനുള്ളതാണ്. ടീം എയോടാണ് ചോദ്യം. നെല്ലില്ല, പിശാചുക്കള്. ഈ സംഭാഷണത്തിൽ തെളിയുന്ന മനോഭാവം എന്ത്? പണിയെടുത്തിട്ടും അവർക്ക് കൂലി നൽകുന്നില്ല. അവരുടെ ദാരിദ്ര്യവും അവരുടെ സാഹചര്യത്തിന്റെയും അവസ്ഥയാണ് അവരെ ആ വഴിക്കേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് അവരുടെ മനോഭാവത്തിൽ തെളിയുന്നത്. നെല്ലില്ല, പിശാചുക്കള് എന്ന് ആരാണ് പറയുന്നത്? ആ സംഭാഷണത്തിൽ തെളിയുന്ന മനോഭാവം എന്ത് എന്നതാണ് ചോദ്യം. അങ്ങനെ പറയുന്നത് ഔസേപ്പ് മുതലാളിയാണ്. അവിടെ പണിയെടുക്കുന്ന ആൾ നെല്ലിന് ചോദിക്കുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയല്ല, അത് മറിച്ച് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് അവർ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉത്തരം ശരിയാണെന്ന് പറയാം. പുച്ഛം എന്ന മനോഭാവമാണ് അവിടെ പ്രകടമാകുന്നത്, അല്ലെ? കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ആഹാരത്തിനുള്ള നെല്ലോ പണമോ ലഭിക്കുന്നില്ല. ജന്മിമാരുടെ അല്ലെങ്കിൽ ഭൂവുടമകളുടെ പലവിധ ചൂഷണം, കൊടിയ ദാരിദ്ര്യം, കർഷകരുടെ ദൈന്യാവസ്ഥ, അന്നത്തെ സാമൂഹിക അവസ്ഥയുടെ ചിത്രീകരണം തന്നെയാണ് ഈ നോവൽ ഭാഗത്തൂടെ നാം തിരിച്ചറിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പുഷ്പവേലിയിൽ ഔസേപ്പ് മുതലാളിയുടെ ഈ തൊഴിലാളികളോടുള്ള മനോഭാവം പുച്ഛം തന്നെയാണ്. 2 മാർക്ക് ടീം എ കരസ്ഥമാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഓർക്കിതെല്ലാം കാണാൻ എവിടെയും പോണോന്നില്ല. ഇങ്ങനെ ആര് ആരെക്കുറിച്ച് പറയുന്നു? പാസ്. ടീം സിയിലേക്ക് പാസ് ചെയ്യുന്നു. ഓരോ വിളിയും കാത്തു എന്ന പാഠഭാഗത്തിലെ അമ്മ അച്ഛനെ കുറിച്ചാണ് അത് പറഞ്ഞത്. ടീം സി നൽകിയ ഉത്തരം ശരിയല്ല. ആർക്കെങ്കിലും ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം അറിയോ? വീട്ടുകാര്യസ്ഥനായ കണാരൻ അമ്മയോട് പറയുന്നു. വളരെ ശരിയാണ്. വീട്ടുകാര്യസ്ഥനായി അച്ഛനെ കൃഷിക്കൊക്കെ സഹായിക്കുന്ന കണാരൻ, അല്ലെ? കണാരനാണ് അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. നമുക്കറിയാം, പ്രസിദ്ധ കഥാകാരൻ UK കുമാരന്റെ വളരെ ശ്രദ്ധേയമായ ഒരു കഥയാണ് ഓരോ വിളിയും കാത്ത്.
അച്ഛന്റെ മരണത്തോടുകൂടി ഒറ്റപ്പെട്ടു പോകുന്ന അമ്മയുടെ ദൈന്യാവസ്ഥ തന്നെയാണ് കഥയുടെ പ്രമേയമെന്ന് നമുക്കറിയാം. ഓക്കെ, ടീം ഡി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം സിയോടാണ്. മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ. ഈ വരികളിൽ തെളിയുന്ന അമ്മയുടെ ഭാവം എന്ത്? പിന്നാണം എന്നുള്ളത് ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രമായിട്ടാണ്. കുറെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മങ്ങിപ്പഴകിയതായി മാറും. അതോടാണ് കവി അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിഞ്ഞാണത്തോട് ഉപമിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഭക്ഷണം പാകം ചെയ്യുന്നതല്ല, ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് പിഞ്ഞാണം. അപ്പൊ നമുക്കറിയാം റഫീഖ് അഹമ്മദിന്റെ അമ്മ തൊട്ടിൽ അല്ലെ, അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിഞ്ഞാണത്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത്. അതായത് ഉപയോഗിച്ച് പഴകിയ പാത്രം പോലെ കെട്ട കാഴ്ചകൾ കണ്ട് നിറമങ്ങിയ കണ്ണുകളോട് കൂടിയ, അല്ലെങ്കിൽ പരസഹായമില്ലാതെ ഒന്ന് മുഖം കഴുകാൻ പോലും ആവാത്തൊരമ്മയുടെ ദൈന്യാവസ്ഥ തന്നെയാണ് ഈ വരികളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെ? ഓക്കെ, ടീം സി 2 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ശ്രേഷ്ഠമായ സുഗന്ധമുള്ളവൾ എന്ന അർത്ഥത്തിൽ കൊച്ചു ചക്കരിച്ചി എന്ന പാഠഭാഗത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ഒരു പദം ഏതാണ്? ഘനസുഗന്ധി. വെരി ഗുഡ്, ഘനസുഗന്ധി ശരിയായ ഉത്തരമാണ്. ടീം ഡി 2 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. പഴമയിലിഴയും പല്ല് കൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഴിക്കാമിന്ന്. ഓണപ്പാട്ടുകളെ പല്ല് കൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പരിഹസിക്കുന്നത് ആരാണ്? പുതുതലമുറ തന്നെയാണ്. എന്നാലും കവി പ്രയോഗിച്ചിരിക്കുന്ന ഒരു പദം ഉണ്ടല്ലോ അവിടെ. ശരി തന്നെ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പുതുതലമുറ അല്ലെ? പുതുതലമുറ പരിഷ്കാരത്തിൻ തിണ്ണയിലിരിക്കുന്നവരെന്ന് കവി പറയുന്നുണ്ട് അല്ലെ? ശരിയാണ്, 2 മാർക്ക് നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജീവിതത്തിന്റെ കടലിനെ മഷിപ്പാത്രമാക്കി മലയാള കവിതയിൽ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ തീർത്ത മലയാളത്തിന്റെ ശ്രീ എന്നറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിട എന്ന കാവ്യസമാഹാരത്തിലെ കവിത തന്നെയാണ് ഓണമുറ്റത്ത്. ഓണം മലനാടിനെ എങ്ങനെയെല്ലാം അണിയിച്ചൊരുക്കുന്നു എന്നും പ്രകൃതിയോട് ചേർന്ന് മാനവ ജീവിതം മാവേലി മന്നനെ എങ്ങനെ വരവേൽക്കുന്നു എന്നും കവി വർണ്ണിക്കുന്നു. നഗരസംസ്കാരത്തിന്റെ അധിനിവേശത്താൽ നാട് കടത്തപ്പെടുന്ന നാട്ടുനന്മകളെ വിളിച്ചുണർത്തുന്ന പുള്ളുവനെ പഴഞ്ചൻ എന്നു പറഞ്ഞ് പരിഷ്കാരത്തിന്റെ തിണ്ണയിലുള്ളവർ, ആധുനിക തലമുറയിൽപ്പെട്ടവർ അല്ലെ, അവർ ഒരുപക്ഷെ പരിഹസിച്ചേക്കാം എന്ന് കവി പറയുന്നു. ടീം ഇ 2 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യവും ടീം ഇയോട് തന്നെയാണ്. ആ വീട്ടുകാരുടെ ഇടയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടാറായി നിൽക്കുകയാണ്. അത് താമസിയാതെ പൊട്ടും. അതിന് സന്ദർഭം വന്നു. ഏതാണ് ആ സന്ദർഭം? പാസ്. ടീം ഇ ചോദ്യം ടീം ഡിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. മർക്കോസിന്റെ മകൻ മത്തായിയുടെ കോഴിയെ കല്ലെറിഞ്ഞു കൊന്ന സംഭവം. ഉത്തരം ശരിയാണ്. ടീം ഇയിൽ നിന്നും ടീം ഡിയിലേക്ക് പോയ ചോദ്യമായതുകൊണ്ട് തന്നെ ടീം ഡി 1 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. ഭാരതത്തിന്റെ നവോത്ഥാനത്തിന് അപരിത്യാജ്യമായി തീർന്ന ഒരു കർമ്മ പരിപാടിയായി ഗുരു കരുതിയത് എന്ത്? അധകൃത വർഗോദ്ധാരണം. ശരിയായ ഉത്തരമാണ്. ഒരു നൂറ്റാണ്ടിന് മുമ്പത്തെ കേരളത്തിന്റെ ചിത്രം വളരെ വിചിത്രമായിരുന്നു അല്ലെ? ജാതീയമായ ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു അന്ന് കേരളീയ സമൂഹം. പരിതാപകരമായ ഈ അവസ്ഥയിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തിയതിന്റെ ആദ്യപടിയായി ഗുരു കൈക്കൊണ്ട പ്രവർത്തനം തന്നെയാണ് അധകൃത വർഗോദ്ധാരണം. ഉത്തരം വളരെ ശരിയാണ്. ഈ ചോദ്യത്തിന് ടീം ഡി 2 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു. സാമുവൽ ബട്ട്ലറുടെ ഈ വാക്കുകളിൽ സ്ഫുരിക്കുന്ന ഭാവം എന്ത്? പരിഹാസം. വളരെ ശരിയായ ഉത്തരമാണ്. ടീം സി 2 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. എന്റെ കണക്കൊക്കെ തെറ്റിയിലോ മൊത്തായി മൊപ്പരെ, ചാക്കുണ്ണിയുടെ ഈ വാക്കുകളിലെ ഭാവം എന്ത്? സങ്കടം. തന്റെ മകൻ മരണപ്പെട്ടതിലുള്ള സങ്കടം. ഉത്തരം ശരിയാണ്. സങ്കടം, നിസ്സഹായ അവസ്ഥ അദ്ദേഹത്തിന്റെ അല്ലെ? ദരിദ്രനെങ്കിലും കലാഹൃദയമുള്ള തയ്യൽക്കാരനാണ് ചാക്കുണ്ണി.
അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന റേഡിയോ മകന്റെ ചികിത്സാർത്ഥം മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ചെമ്പുമത്തായിക്ക് പണയം വെച്ചപ്പോഴുള്ള ചാക്കുണ്ണിയുടെ ജീവിതഗതിയിലുണ്ടായ മാറ്റം, മകന്റെ മരണം, നവമാധ്യമങ്ങളുടെ തള്ളിച്ചയിലും എല്ലാത്തരം ആളുകളെയും തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് റേഡിയോ ഇന്നും നിലനിൽക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ എല്ലാം ഈ സന്തോഷ് കുമാറിന്റെ പണയമെന്ന കഥയിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. ടീം ബി 2 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം എയോടാണ്. അമ്മ അയച്ച എഴുത്തുകൾ എവിടേക്ക് മാറ്റാനാണ് ഭാര്യ ആവശ്യപ്പെടുന്നത്? അമ്മയുടെ എഴുത്തുകൾ കുട്ടികളാരും വായിക്കാതിരിക്കാൻ വേണ്ടി, അതിനെ പൂട്ടിയിടാൻ വേണ്ടിയാണ് ഭാര്യ ആവശ്യപ്പെടുന്നത്. ടീം എ നൽകിയ ഉത്തരം പൂർണ്ണമല്ല. ചോദ്യം ടീം ഇയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. അമ്മയുടെ എഴുത്തുകൾ കുട്ടികൾ വായിക്കാതിരിക്കാൻ വേണ്ടി ഒരു പഴയ തുരുമ്പ് പിടിച്ച പെട്ടിയിൽ ആക്കി പൂട്ടിവെക്കാനാണ് ഭാര്യ ആവശ്യപ്പെടുന്നത്. വീടിന് മോടികൂട്ടുന്നതിന്റെ ഭാഗമായി ചില്ലുപെട്ടികളിൽ പട്ടണക്കോപ്പുകൾ നിറയുമ്പോൾ അല്ലെങ്കിൽ നിറയുന്നതിനാൽ അമ്മ അയച്ച എഴുത്തുകൾ പിന്നിലെ വെരി ഗുഡ് അത് തന്നെ പറഞ്ഞോ, പിന്നിലെ ചായ്പിൽ ഒളിപ്പിക്കേണ്ടി വരുന്നു അല്ലെ, അല്ലെങ്കിൽ ചായ്പിലെ കാൽപ്പെട്ടിയിലേക്ക്. അതാണ് ശരിയായ ഉത്തരം വരുന്നത് അല്ലെ. വീടിന് മോടികൂട്ടുന്നതിന്റെ ഭാഗമായി ചില്ലുപെട്ടികളിൽ പട്ടണക്കോപ്പുകൾ നിറയുമ്പോൾ അമ്മ അയച്ച എഴുത്തുകൾ വീടിനു പിന്നിലെ ചായ്പിൽ കാൽപ്പെട്ടിയിലേക്ക് ഒതുക്കേണ്ടി വരുന്ന മകന്റെ നിസ്സഹായത അല്ലെ. അമ്മ ഓർമ്മകൾ. ജീവിതത്തിലും ഭാഷയിലും അധിനിവേശത്തിന്റെ യുക്തികൾ തന്ത്രപരമായി പ്രവർത്തിക്കുന്നതിന്റെ ചിത്രം കൂടിയാണ് ഈ കവിതയിലൂടെ പ്രശസ്ത കവി വി മധുസൂദനൻ നായർ വളരെ ആർജവത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. ടീം ഇ പാസ് ചെയ്ത ചോദ്യത്തിനാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് 1 മാർക്ക് നേടിയിട്ടുണ്ട്. പ്രശ്നോത്തരിയിലെ ആദ്യ റൗണ്ട് പൂർണ്ണമാവുമ്പോൾ ഓരോ ടീമും നേടിയിരിക്കുന്ന മാർക്ക് നമുക്ക് നോക്കാം. ടീം എ 2 മാർക്ക്, ടീം ബി 2 മാർക്ക്, ടീം സി 4 മാർക്ക്, ടീം ഡി 5 മാർക്ക്, ടീം ഇ 3 മാർക്ക് നേടിയിരിക്കുന്നു. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. പ്രശ്നോത്തരിയുടെ 2ാം റൗണ്ടിലേക്ക് കടക്കാം. ഈ റൗണ്ടിൽ നേരിട്ട് ചോദ്യം ലഭിക്കുന്ന ടീം ഉത്തരം നൽകുകയാണെങ്കിൽ അവർക്ക് 4 മാർക്ക് ലഭിക്കും. ടീം ഉത്തരം നൽകിയില്ലെങ്കിൽ തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യുന്നതായിരിക്കും. അവർ ഉത്തരം നൽകുകയാണെങ്കിൽ ആ ടീമിന് 2 മാർക്കും ലഭിക്കും. മൂന്നാമതൊരു ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യുന്നതല്ല. നമുക്ക് 2ാം റൗണ്ടിലേക്ക് കടക്കാം അല്ലെ. ആദ്യ ചോദ്യം ടീം എയോടാണ്. എന്താണ് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയെയാണ്. വേരില്ലാതെ മരത്തിന് നല്ല നിലയിൽ നിൽക്കാൻ സാധിക്കാത്തതുപോലെ അമ്മയില്ലാതെ കുട്ടികൾക്ക് നല്ല നിലയിൽ നിൽക്കാൻ സാധിക്കുകയില്ല. ഓക്കെ. ആധുനിക ലോകം ഏറിയ കൂറും അവനവനിലേക്ക് മാത്രം ചുരുങ്ങുന്നു. സുഖലോലുപതകളിൽ മുഴുകി ജീവിക്കാൻ താൽപര്യപ്പെടുന്നു. നമ്മുടെ വേരുകൾ നമ്മുടെ പൈതൃകം തന്നെയാണ്. ജീവിതം പടർത്തുന്നത് ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ തന്നെയാണ്. സത്യം, ദയ, സ്നേഹം, സേവന തൽപരത തുടങ്ങിയ മാനവിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോഴാണ് ജീവിതം സമ്പന്നമാവുന്നത്. ഇത് തന്നെയാണ് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നതിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. ടീം എ ഉത്തരം നൽകിയിട്ടുണ്ട്. ടീം എ 4 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. രാത്രിയിൽ നടക്കുന്ന നെല്ല് വ്യാപാരത്തെ കോരൻ പരസ്യപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ട്? കോരൻ ആ കാര്യം പരസ്യപ്പെടുത്താതിരുന്നത് മുതലാളിയെ ഭയന്നിട്ടാണ്. തന്റെ ജീവിതമൊട്ടാകെ തകർത്തേക്കാം എന്ന ഭയം കൊണ്ടാണ് കോരൻ പരസ്യപ്പെടുത്താതിരുന്നത്. ഭയം മാത്രാണോ അവിടെ? ടീം ബി ഉത്തരത്തിലേക്ക് എത്തിയില്ല. ചോദ്യം ടീം സിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ഭയം കൊണ്ട് മാത്രമല്ല, കോരന്റെ സുഹൃത്തുക്കളെല്ലാം കോരൻ അറിയാം. കോരൻ ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ സുഹൃത്തുക്കൾ ആരും കോരന്റെ കൂടെ നിൽക്കുകയില്ല. കോരൻ ഒറ്റക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നതുകൊണ്ട് കോരന്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് കോരൻ പറയാതിരുന്നത്. ശരിയാണ്. തന്റെ കൂട്ടുകാർ ഒപ്പമുണ്ടാവില്ല. അവർ ജോലിക്ക് പോകും. കോരൻ ഒറ്റപ്പെടും.
അതുകൊണ്ടൊക്കെ തന്നെയാണ് കോരൻ രാത്രിയിൽ നടക്കുന്ന നെല്ല് വ്യാപാരം പരസ്യപ്പെടുത്താതിരുന്നത്. ടീം സി ശരിയായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, 2 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോട് തന്നെയാണ്. ജില്ലാശുപത്രിക്കരികിലെത്തിയപ്പോൾ മകനുണ്ടായ ഓർമ്മകൾ എന്ത്? പണ്ട് ചെറുതായപ്പോൾ മകന് പനി വന്നപ്പോൾ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ അമ്മ മകനെയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയത്. തണുത്ത് വിറച്ചപ്പോൾ അമ്മയുടെ ചൂട് പറ്റി അരികിൽ കിടന്നതും ഒക്കെയാണ് മകന് ഓർമ്മ വന്നത്. ആശുപത്രി പടികൾ ഓരോന്നായി കയറി കിതച്ചത് അല്ലെ? പിന്നെയോ അന്നത്തെ പറഞ്ഞോ അന്നത്തെ സൂചിപ്രയോഗം. അതെ, അന്നത്തെ സൂചിപ്രയോഗം അല്ലെ? അന്നത്തെ സൂചിപ്രയോഗവും അതിന്റെ നീറ്റൽ അന്ന് ശരീരത്തിലൂടെയാണെങ്കിൽ ഇന്ന് ആ നീറ്റൽ മനസ്സിലൂടെ കടന്നു പോകുന്നു. ടീം സി 4 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഇല്ലച്ചമ്മേ, ഒന്നും കേൾക്കില്ല, ടിവിന്റെ ഒച്ച മാത്രമേ കേൾക്കാൻ പറ്റൂ. ആര് ആരോട്? സന്ദർഭം കൂടി ചേർത്ത് ഉത്തരം പറയുക. UK കുമാരന്റെ ചെറുകഥയായ ഓരോ വിളിയും കാത്ത് എന്ന കഥയിൽ കൊച്ചുമകൻ മുത്തശ്ശിയോട് പറയുന്ന വാക്കുകളാണിത്. രാത്രി വീട്ടിലിരുന്നപ്പോൾ കൂമന്റെ ശബ്ദം കേൾക്കുന്ന മുത്തശ്ശി മകനോട് ഇത് നിന്റെ നാട്ടിലും കേൾക്കുമോ എന്ന ചോദ്യത്തിന് മകൻ കൊടുക്കുന്ന മറുപടിയാണ് ഈ ഉത്തരം. ശരിയാണ്. ആ സന്ദർഭം എന്ന് പറയുന്നത് വാവ് കഴിഞ്ഞ് എല്ലാവരും പോയി അല്ലെ? അപ്പൊ എല്ലാവരും പോയപ്പോ ഏതോ മരക്കൊമ്പിലിരുന്ന് കൂമൻ മൂളുന്നു. ആ ശബ്ദം കേൾക്കുന്നു. അതോടൊപ്പം അതേ തരത്തിലുള്ള ഒരു മറു മൂളൽ കൂടി കുട്ടി കേൾക്കുന്നുണ്ട്. ആ സമയത്ത് കുട്ടിയും അത് ഒപ്പിച്ച് മൂളാൻ തുടങ്ങുന്നു. അപ്പോഴാണ് എന്താ പറയുന്നത് അച്ഛമ്മ? നല്ല വെള്ളമില്ല, നിലാവുമില്ല അല്ലെ, കൂമന്റെ ഒച്ചയുമില്ല, പിന്നെ എന്താ ആടെ ഉള്ളത് എന്ന് ചോദിക്കുന്നത്. ഈ സംഭാഷണ ശകലങ്ങളിലൂടെ ശുദ്ധവായു, വെള്ളം, സ്നേഹബന്ധങ്ങൾ, പരസ്പരമുള്ള പരിഗണന ഇതെല്ലാമുള്ള ഗ്രാമത്തിന്റെയും ഇതൊന്നുമില്ലാത്ത നഗരങ്ങളുടെയും ഒരു വ്യക്തമായ ചിത്രം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്. ടീം ഡി 4 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ പ്രമേയം എന്താണ്? അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധവും വയസ്സാവുന്നതിനനുസരിച്ച് മാതാപിതാക്കളോട് കാണിക്കുന്ന ക്രൂരതകളും എല്ലാം കൂടി ചേർന്നൊരു കവിതയാണ് അതെ അമ്മത്തൊട്ടിൽ എന്നുള്ളത്. അതെ, ആധുനിക കാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം അല്ലെ? അതോടൊപ്പം വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ മനോഭാവവും ആണ് അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ പ്രമേയം എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ, ടീം ഇ 4 മാർക്ക് നേടിയിട്ടുണ്ട്. കൊച്ചു ചക്കരിച്ചി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന ഉറച്ച നിലയിലായിരുന്നു അമ്മ. അമ്മയും കൊച്ചു ചക്കരിച്ചിയും തമ്മിലുള്ള ബന്ധം കഥയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെ? ടീം ഇയോടാണ് ചോദ്യം. അമ്മക്ക് പണ്ട് മുതലേ കൊച്ചു ചക്കരിച്ചിയെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ മരം ചതിക്കില്ല എന്ന് അമ്മക്ക് വളരെ വ്യക്തമായിരുന്നു. കൊച്ചു ചക്കരിച്ചിക്ക് രോഗം ബാധിച്ചപ്പോൾ എല്ലാവരും അത് മുറിച്ച് കളയണമെന്ന് പറഞ്ഞപ്പോഴും അമ്മ ആ മരം ചതിക്കില്ല, അത് വീഴില്ല എന്നൊക്കെ പറഞ്ഞ് അത് ആരെയും മുറിക്കാനോ ഒന്നും സമ്മതിച്ചില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അമ്മയും കൊച്ചു ചക്കരിച്ചിയും തമ്മിലുള്ള ബന്ധം. അതെ, മാവ് മുറിക്കാൻ തുനിയുമ്പോൾ അമ്മ തടയുന്നുണ്ട് അല്ലെ? അമ്മയുടെ വിശ്വാസം പോലെ തന്നെ ഒടുവിൽ അപകടരഹിതമായിട്ടാണ് ഈ മാവ് വീഴുന്നതും. അതായത് കുടുംബത്തിന്റെ സുരക്ഷയെ കരുതി ഒരു തവണ ലേഖകൻ തന്നെ കൊച്ചു ചക്കരിച്ചിയെ മുറിക്കാൻ തുനിയുന്നു. ലേഖകൻ ഉൾപ്പെടുന്ന പുതിയ തലമുറ യുക്തിബോധത്തിന്റെയും ശാസ്ത്രശക്തിയുടെയും പിൻബലത്തിലാണ് പ്രകൃതിയെ നോക്കിക്കാണുന്നതെങ്കിൽ പഴയ തലമുറ പ്രകൃതിയോട് അടുപ്പമുള്ള, പ്രകൃതിയെ വിശ്വസിക്കുന്ന, പ്രകൃതി ചതിക്കില്ലെന്ന് വിശ്വസിക്കുന്ന, പ്രകൃതിയെ ആരാധിക്കുന്ന പഴയ ആളുകളായിരുന്നു. അല്ലെങ്കിൽ അവരങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത് അല്ലെ? അപ്പൊ ടീം ഈ ശരിയായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, 4 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ചോദ്യം: ഗ്രാമീണ പ്രകൃതിയുടെ ഉജ്ജ്വല ഭാവങ്ങൾ ഓണമുറ്റത്ത് എന്ന കവിതയിൽ ആവിഷ്കൃതമാവുന്നത് എപ്രകാരമാണ്? മഴയത്തും ഓണക്കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന തുമ്പകൾ, ദീപക്കുറ്റി നാട്ടി നിൽക്കുന്ന മുക്കുറ്റികൾ, താലം പിടിച്ച് ഓണക്കാലത്ത് വരവേൽക്കുന്ന നെയ്യാമ്പലുകൾ, ഇത്തരത്തിലുള്ള പൂക്കളുടെയും മറ്റ് കാലാവസ്ഥയുടെയും വർണ്ണന വിവരിച്ചുകൊണ്ടാണ് ഓണമുറ്റത്ത് എന്ന കവിതയിൽ ഗ്രാമീണ സൗന്ദര്യം വിവരിച്ചിരിക്കുന്നത്. ശരിയാണ്. തനിമയാർന്ന ഗ്രാമീണ ദൃശ്യം
അല്ലെ? മലരിൻ കൂട നിറച്ച് മഴയേറ്റ് വിറച്ചു നിൽക്കുന്ന തുമ്പകൾ, വിളക്ക് കൊളുത്താൻ നല്ല മുഹൂർത്തത്തിനായി തിരികൾ തെറുത്ത് കാത്തു നിൽക്കുന്ന മുക്കുറ്റികൾ, വയലേലുകൾ തോറും നെയ്യാമ്പലുകൾ, കവുങ്ങിൻ പൂവരി തൂകിയ വഴികൾ, അലകടൽ, അതിഥിയെ സ്വീകരിക്കാൻ ചങ്ങലവട്ടയുമായി നാണത്തോടെ കടന്നുവരുന്ന ഉഷസ്, ഉഷസിനെ ഒരു ഗ്രാമീണ പെൺകൊടിയോട് ഉപമിച്ചു പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ മലയാള നാടിന്റെ അല്ലെങ്കിൽ ഗ്രാമീണ പ്രകൃതിയുടെ ഉജ്ജ്വല ഭാവങ്ങൾ തന്നെയാണ്. ഉത്തരം ശരിയാണ്. ടീം ഡി 4 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, കവി തന്നെ സ്വയം ഒരു പുള്ളുവനായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവും? കവിക്ക് മലയാള ഭാഷയോടുള്ള ഇഷ്ടവും ബഹുമാനവും അതെല്ലാം കൊണ്ടാകും. ഉത്തരം പൂർണ്ണമായോ? കവി ഏറ്റവും ആവേശമാകുന്നത് കവി പുള്ളുവനായി പോകുമ്പോഴാണ്. ഓണക്കാലം കഴിഞ്ഞാൽ പുള്ളുവനല്ലാതെ കവി ബാക്കിയെല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. മറ്റുള്ളവർ അതിനെ കളിയാക്കുമ്പോഴും കവി അത് കവിയുടെ അഭിമാനമായാണ് കാണുന്നത്. അതെ, പുള്ളുവൻ വ്യക്തികളെയോ തറവാടുകളെയോ ബാധിച്ച ദോഷങ്ങൾ പാട്ടുകളിലൂടെ മാറ്റുന്നു. കവി വ്യക്തി ദുഃഖങ്ങൾക്കപ്പുറം സമൂഹ ദുഃഖങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ കവിതയിലൂടെ അവതരിപ്പിക്കുന്നു. ടീം സി ഉത്തരം ശരിയായി പറഞ്ഞിട്ടുണ്ട്, 4 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം, അതിന്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണ് നിറയാത്തത്, കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നത് കൊണ്ടാണ്. ഈ വാക്യത്തിലൂടെ കഥാകൃത്ത് വ്യക്തമാക്കുന്നത് എന്താണ്? ചോദ്യം ടീം ബിയോടാണ്. ഒരു കോഴിയെ വളർത്തി അതിനെ അത്രയും കാലം നമ്മൾ സ്നേഹം കൊടുത്ത് വളർത്തിയിട്ടും അതിനെ കൊന്ന് നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോൾ അതിന്റെ രുചി ആലോചിച്ചുകൊണ്ട് നമ്മളുടെ കണ്ണിൽ നിന്ന് വരേണ്ട വെള്ളം വായിലൂടെ വരുന്നു. മനുഷ്യരുടെ സ്വാർത്ഥതയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ശരിയാണ്. ദുഃഖത്തിന്റെ, വേദനയുടെ, സഹാനുഭൂതിയുടെ ചിഹ്നം കൂടിയാണ് കണ്ണിലെ വെള്ളം. എന്നാൽ കൊതിയുടെ, ആർത്തിയുടെ, വിശപ്പിന്റെ ചിഹ്നമാണ് വായിലെ വെള്ളം. ഇവിടെ വളർത്തിയ കോഴിയെ കൊല്ലുമ്പോഴുള്ള പ്രയാസമാണ് പറയുന്നത്. എന്നാൽ കോഴിയിറച്ചിയോടുള്ള കൊതി കോഴിയുടെ വേദനയെ കാണാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതായത് കൊതി സഹാനുഭൂതിയെ തടയുന്നു. അല്ലേ? ശരിയാണ്. ടീം ബി 4 മാർക്ക് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം എയോടാണ്. അടുത്ത് താമസിച്ചിട്ടും തീരെ അകന്നു പോയവരായി മത്തായിയും മർക്കോസും മാറി. വിശദീകരിക്കുക. മാർക്കോസിന്റെ അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. മത്തായിയുടെ അമ്മ പാർക്കാൻ പോലും സ്ഥലമില്ലാതെ വന്നപ്പോൾ അവർക്ക് മാർക്കോസിന്റെ അച്ഛനാണ് സ്ഥലം കൊടുത്തത്. അങ്ങനെ ആ സ്ഥലത്ത് ചെറിയ കച്ചവടം തുടങ്ങി വളർന്ന മത്തായി പിന്നെ ധനികരായി മാറുകയായിരുന്നു. അതേ സമയത്ത് മാർക്കോസിന്റെ കുടുംബം പാപ്പരാവാനും തുടങ്ങി. ഇത്തരത്തിൽ അടുത്ത് പാവപ്പെട്ട ആളുണ്ടാവുമ്പോൾ തങ്ങൾക്ക് അതൊരു വലിയ ശല്യമാവുമല്ലോ എന്ന് കരുതി മത്തായി മാർക്കോസിന്റെ കുടുംബത്തെ അകറ്റാൻ തുടങ്ങി. ശരിയാണ്. ജീവിതം മെച്ചപ്പെട്ടപ്പോൾ മത്തായി താൻ വന്ന വഴി മറന്നു പോകുന്നു. അല്ലെ? അങ്ങനെ അടുത്ത് താമസിച്ചിട്ടും ഹൃദയങ്ങൾ കൊണ്ട് വല്ലാതെ അകന്നു പോയവരായി മത്തായിയും മർക്കോസും മാറുന്നു. ടീം എ 4 മാർക്ക് നേടിയിട്ടുണ്ട്. പ്രശ്നോത്തരിയിൽ 2 റൗണ്ടുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ 2ാം റൗണ്ടിൽ ഓരോ ടീമും നേടിയ മാർക്കുകൾ ഇപ്രകാരമാണ്. ടീം എ 8 മാർക്ക്, ടീം ബി 4 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ഡി 8 മാർക്ക്, ടീം ഇ 8 മാർക്ക്. 2 റൗണ്ടുകളിലുമായി ഓരോ ടീമിനും ലഭ്യമായ ആകെ മാർക്കുകൾ നോക്കാം. ടീം എ 10 മാർക്ക്, ടീം ബി 6 മാർക്ക്, ടീം സി 14 മാർക്ക്, ടീം ഡി 13 മാർക്ക്, ടീം ഇ 11 മാർക്ക്. റേഡിയോ ടീച്ചർ നാളെ ഇതേ സമയം മലയാളം അടിസ്ഥാന പാഠാവലി പ്രശ്നോത്തരി 2ാം ഭാഗം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ.